everyone, welcome back to X and Y Learning. നമ്മുടെ CM Kids Scholarship 2026 എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാർട്ട് 7 ആണ് കേട്ടോ ഇന്ന്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Human progress is possible only through acquiring materialistic education along with religious education. Education is a means to solve the social backwardness. Whose words are this? അപ്പൊ എന്താണ്? ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും നേടിയാൽ മാത്രമേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ ആൻഡ് ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ ആരാണ് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ, അതായത് നമുക്ക് മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷന്റെ കൂടെ നമ്മൾ മതവിദ്യാഭ്യാസവും കൂടി നേടിയാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവൂ, പ്രോഗ്രസ് ഉണ്ടാവൂ എന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ പേപ്പറിലൊന്ന് നോട്ട് ചെയ്ത് വെച്ച ഓപ്ഷൻ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലുള്ള ബാക്കി സോഷ്യൽ റിഫോമേഴ്സിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈൻ എന്താണ്? മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻകൈൻഡ് അല്ലേ? എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വേർഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു കുറച്ച് സേയിങ്സും കൂടെയാണ്. ഗെയിൻ ഫ്രീഡം ത്രൂ എഡ്യൂക്കേഷൻ. നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത് എന്തിലൂടെയാണ്? വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുപോലെ സ്ട്രെങ്ത് കംസ് ത്രൂ ഓർഗനൈസേഷൻ. സംഘടിതമായിട്ട് നിന്നാൽ, നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നിന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ട്രെങ്ത് വരുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ പ്രോസ്പെരിറ്റി കംസ് ത്രൂ ഇൻഡസ്ട്രി. ഐശ്വര്യം വരുന്നത് എന്തിലൂടെയാണ്? വ്യവസായങ്ങൾ, ഇൻഡസ്ട്രിയിലൂടെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ബാക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, അറിയുന്നതാണ്. അപ്പൊ മക്കൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം കേട്ടോ. എക്സാമിന് നമുക്ക് എന്താ ചോദിക്കാന്ന് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് കേരളത്തിൽ വളരെ, മലയാളികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തതാണ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ. ചട്ടമ്പി സ്വാമികൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ഈ ജാതി തിരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, ജാതി വ്യവസ്ഥയൊക്കെ എതിർത്തിട്ടുള്ള, അതുപോലെ നമ്മുടെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, നമ്മുടെ സമൂഹത്തിലുള്ള അസമത്വങ്ങളൊക്കെ എതിർത്തിട്ടുള്ള ഒരാളാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ എന്ന് പറയുന്നത്. അതുപോലെ നോളജ് ഈസ് ദ റിയൽ വെൽത്ത് ഓഫ് എ പേഴ്സൺ. ഒരു മനുഷ്യന്റെ ഏറ്റവും എന്താ പറയാ, റിയൽ ആയിട്ടുള്ള വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? അറിവാണ് എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അപ്പോ നമ്മുടെ എഡ്യൂക്കേഷന്റെ, വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ട്രൂത്ത് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ത്രൂ ഇൻക്വയറി. ഓക്കെ, അപ്പൊ നമ്മൾ സത്യം എപ്പോഴും നമുക്ക് എങ്ങനെയാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം നമ്മൾ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ്, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനി അതുപോലെ നമ്മുടെ അടുത്ത സോഷ്യൽ റിഫോമർ ആണ് വാഗ്ഭടാനന്ദ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ സമത്വത്തിന് വേണ്ടി, സോഷ്യൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ഒപ്രസ് ചെയ്തിട്ടുണ്ട്. അതായത് ജാതി വ്യവസ്ഥക്കെതിരെ, ജാതിയുടെ പേരിലുള്ള വേർതിരിവിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അദ്ദേഹം ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആത്മവിദ്യാ സംഘം ആരുമായി റിലേറ്റ് ചെയ്തതാണ്? വാഗ്ഭടാനന്ദയുമായിട്ട്
റിലേറ്റ് ചെയ്തതാണ്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ കേൾക്കുന്നത് ആ ക്വിസിനൊക്കെ അല്ലേ. അപ്പൊ ആ പത്രത്തിന്റെ ഓണറും പബ്ലിഷറും ആരായിരുന്നു? സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിന്റെ ഓണറും പബ്ലിഷറും വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു കേട്ടോ. അപ്പോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.